ചേട്ടാ, CPI ഇപ്പോഴും കലിപ്പിലാണ്. അതായത് 10 വർഷത്തിന് മുമ്പ് ശബ്ദം കെട്ടുപോയ CPIയുടെ ശബ്ദം ഇപ്പോൾ ഉയർന്നു കേട്ടിരിക്കുകയാണ്. അതായത് പ്രതിപക്ഷ ഉപനേതൃ സ്ഥാനത്തിലേക്ക് തങ്ങളെ അല്ലാതെ മറ്റൊരാളെയും പരിഗണിക്കരുത്, ആ ഒരു സ്ഥാനം ഞങ്ങൾക്ക് തന്നെ തരണം എന്നുള്ള രീതിയിലുള്ള പിടിവാശിയിലാണ്. എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഒരു CPIക്ക് ഇതുപോലൊരു വോയിസ് വന്നത്? അല്ല, ഇത് വോയിസ് വന്നു എന്നുള്ളതല്ല. ഇത് CPIയെ സംബന്ധിച്ചിടത്തോളം വോയിസ് അല്ല, നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. കാരണം അവർക്ക് അത്ര തിരിച്ചടി ജനങ്ങളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ആ പാർട്ടി ശക്തമാണ്, പാർട്ടിക്ക് പദവികൾ ഉണ്ടെന്നും പാർട്ടി ഒപ്പം മുന്നോട്ട് പോകേണ്ടതാണെന്നും അതുപോലെ തന്നെ LDFിലെ രണ്ടാമത്തെ കക്ഷി ഞങ്ങളാണ് എന്ന് ഉറപ്പിച്ച് പറയാനും വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഈ നടത്തുന്നത്. അല്ലാതെ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം കൊണ്ട് അതിന് പ്രത്യേകിച്ച് അധികാരങ്ങളോ ആനുകൂല്യങ്ങളോ അതുപോലെ തന്നെ സ്റ്റാഫോ അങ്ങനെ ഒന്നുമില്ല. പക്ഷെ അതൊരു പദവി മാത്രമാണ്. പ്രതിപക്ഷ നേതാവിന് ശേഷം പ്രതിപക്ഷ ഉപനേതാവ് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിന്റെ അഭാവത്തിൽ സഭയിൽ പ്രതിപക്ഷത്തിന്റെ റോൾ ചെയ്യുന്ന ഒരാൾ, അതാണ് പ്രതിപക്ഷ ഉപനേതാവ് എന്ന് പറയുന്നത്. ഈ സ്ഥാനത്തിന് വേണ്ടി CPI കടം പിടുത്തം പിടിക്കുന്നത് ഞങ്ങളാണ് മുന്നണിയിലെ രണ്ടാം സ്ഥാനക്കാർ, ഞങ്ങളാണ് മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷി എന്ന് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബിനോയ് വിശ്വവും സംഘവും ചെയ്യുന്നത്. കാരണം പാർട്ടിയിൽ നിന്ന് അത്രയ്ക്ക് മാത്രം വിമർശനം ബിനോയ് വിശ്വത്തിനും സംഘത്തിന് നേരെയുണ്ട്. പ്രത്യേകിച്ച് ബിനോയ് വിശ്വത്തിന് നേരെ. ബിനോയ് വിശ്വം അത്രത്തോളം ദുർബലനാണെന്നും കഴിവുകെട്ടവനാണെന്നും അയാൾക്ക് കൃത്യമായി പാർട്ടി സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ലെന്നുമാണ് തോൽവി വിലയിരുത്താൻ ചേരുന്ന ഓരോ CPI യോഗങ്ങളിൽ നിന്ന് ഉയരുന്ന വിമർശനം. അപ്പൊ അത് മറികടക്കണമെങ്കിൽ LDFിൽ നിന്ന് കിട്ടുന്ന പദവികളെല്ലാം ഞങ്ങൾ പാർട്ടിക്ക് വേണ്ടി പിടിവലി കൂടി വാങ്ങുന്നുണ്ട് എന്ന് തെളിയിക്കേണ്ടത് ബിനോയ് വിശ്വത്തിന്റെ ആവശ്യമാണ്. ഈ ആവശ്യം നടപ്പിലാക്കാനാണ് ഇപ്പൊ കടുംപിടുത്തം പിടിക്കുന്നത്. പിന്നെ ഈ കാര്യത്തിനകത്ത് CPM അത് ബിനോയ് വിശ്വത്തിന്റെ സംഘത്തിൽ അല്ലെങ്കിൽ CPIയുടെ ആവശ്യം പരിഗണിക്കുമെന്ന് കരുതാൻ കഴിയില്ല. കാരണം ഇതിനു മുമ്പ് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ പ്രതിപക്ഷ ഉപനേതാവായിരുന്നത് കോടിയേരി ബാലകൃഷ്ണനായിരുന്നു. UDFിലാണെങ്കിൽ അങ്ങനെ ഒരു പതിവുണ്ട്. മുസ്ലിം ലീഗിന് ഉപനേതൃസ്ഥാനം കഴിഞ്ഞ തവണ നമ്മൾ നോക്കുകയാണെങ്കിൽ VD സതീശന്റെ പ്രതിപക്ഷ നേതാവായപ്പോൾ ഉപനേതാവായത് PK കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. പക്ഷെ CPM LDFിലും അങ്ങനെ ഒരു പതിവില്ല. ഈ പദവി രണ്ടും CPM തന്നെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകാറാണ് പതിവ്. കാരണം അവർക്ക് കൃത്യമായി അറിയാം, അവരാണ് പ്രതിപക്ഷത്തിന്റെ റോൾ കൃത്യമായി ചെയ്യുന്നത്. ബാക്കി എല്ലാവരും MLA മാരായി അവിടെ വന്നിരിക്കണമെങ്കിൽ പ്രതിപക്ഷത്തിന്റെ റോൾ ചെയ്യേണ്ടത് CPM ആണ്. അതുകൊണ്ട് ഈ പദവികളെല്ലാം CPMന്റെ വയ്ക്കും. പിന്നെ ഈ CPI ഇപ്പൊ ഈ ഗടിപിടി കൂടുന്നത് ഞങ്ങൾക്ക് പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല, ഞങ്ങളും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ട് എന്ന് തെളിയിക്കാനുള്ള ചില പൊടിക്കൈകൾ മാത്രമാണ്. അതായത് കഴിഞ്ഞ ടൈമില് കേരള കോൺഗ്രസ് എമ്മിനെ ആയിരുന്നു CPM തോളോട് ചേർത്തുകൊണ്ടിരുന്നത്. ആ ഒരു സമയത്ത് CPI എന്നുള്ളൊരു പാർട്ടി, അതായത് രണ്ടാം നിരയിൽ പെടേണ്ട പാർട്ടി 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. അതിന്റെ ഒരു എന്താ പറയുക, അതിലൊരു അസഹിഷ്ണുത അല്ലെങ്കിൽ അതിലൊരു തൃപ്തിയില്ലായ്മ അത് പരസ്യമായി പ്രകടമായിട്ടുണ്ടല്ലേ. ഈ സീറ്റുകളുടെ എണ്ണത്തിൽ CPI രണ്ടാമത്തെ കക്ഷിയായിട്ട് നിൽക്കണമെങ്കിലും വോട്ടുള്ള പാർട്ടി കേരള കോൺഗ്രസ് M ആയിരുന്നു. കാരണം നമ്മൾ 2016 തെരഞ്ഞെടുപ്പ് നോക്കിയാൽ മധ്യ കേരളത്തിലെ അല്ലെങ്കിൽ ഒരു ക്രൈസ്തവ മേഖലകളിൽ നിന്ന് CPMനെ ജയിച്ചു വന്ന MLA മാർ LDFിലേക്ക് ജയിച്ചു വന്ന MLA മാരെക്കാൾ വളരെ കൂടുതലായിരുന്നു 2021 കേരള കോൺഗ്രസും കൂടെ ഒപ്പം നിന്നപ്പോൾ. കാരണം അതുകൊണ്ട് തന്നെയാണ് UDF ചവിട്ടി പുറത്താക്കുന്നത് എന്ന് പുറത്താക്കിയപ്പോൾ തന്നെ CPM രക്ഷകന്റെയും സംരക്ഷകന്റെയും വേഷം ധരിച്ച് കേരള കോൺഗ്രസ് എമ്മിന് മുന്നിൽ അവതരിച്ചത്. കാരണം മധ്യ കേരളത്തിലെ അതുപോലെ തന്നെ കുടിയേറ്റ ക്രൈസ്തവ മേഖലകളാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ വോട്ട് ബാങ്ക്. അവിടേക്ക് CPMന് പൂർണ്ണമായി കടന്നു ചെല്ലുക അത്ര വേഗത്തിൽ നടക്കുന്ന കാര്യമല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മണ്ഡലത്തിൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്തെ കേരള കോൺഗ്രസിന്റെ കൂടി പിന്തുണ ഉണ്ടായാൽ പല സീറ്റുകളും ജയിക്കാം. ഇത്തവണ ചിലപ്പോൾ അത് ഉണ്ടായിട്ടില്ലായിരിക്കാം. പക്ഷേ കേരള കോൺഗ്രസ് M തോറ്റുപോയെങ്കിലും കേരള കോൺഗ്രസിലെ PJ ജോസഫ് ശക്തമായി അവിടെ തന്നെ ഉണ്ട്. അപ്പൊ കേരള കോൺഗ്രസിന്റെ വോട്ടുകൾ അവിടെ ഉണ്ട്. അതായത് ഒരു മണ്ഡലം 140 മണ്ഡലം ഉണ്ട്. അതിൽ നിർണായകമായ ചില മണ്ഡലങ്ങളെങ്കിലും കേരള കോൺഗ്രസിന് മാത്രം ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കാൻ പറ്റുന്ന മണ്ഡലങ്ങൾ ഉണ്ടെന്നുള്ളതാണ്. CPIക്ക് അങ്ങനെ ഏത് മണ്ഡലമാണ് ഉള്ളത്? നമ്മൾക്ക് CPI സ്ഥാനാർത്ഥിയായിട്ട് CPI മാത്രം ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ജയിക്കുന്ന ഏത് മണ്ഡലമാണ് കേരളത്തിലുള്ളത്? അങ്ങനെ ഒരു മണ്ഡലം ഇല്ലല്ലോ. കാരണം എല്ലായിടത്തും വന്ന് CPMനൊപ്പം നിന്ന് LDFിനൊപ്പം നിന്ന് LDFിനെയും CPMനെയും ചാരി നിന്നാണ് ഇവരെല്ലാം ജയിക്കുന്നത്. ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ എവിടെയെല്ലാം തോറ്റു? ഇത്തവണ അടൂർ തോറ്റു, തൃശ്ശൂർ തോറ്റു. ഇതൊക്കെയല്ലേ CPIയുടെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ. അതൊരു വലിയ തിരിച്ചടി ജനങ്ങളിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ അവിടെ നിന്ന് പാഠം ഉൾക്കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് CPM എപ്പോഴും CPIയേക്കാൾ പിന്തുണ അല്ലെങ്കിൽ കൂടുതൽ പ്രാധാന്യം കേരള കോൺഗ്രസ് എമ്മിന് കൊടുക്കുന്നത്. കാരണം CPMന്റെ വിരലിലുണ്ടാവുന്ന MP മാരാണ് ഇപ്പൊ ലോക്സഭയിൽ രാജ്യസഭയിലായിട്ടുള്ളത്. അത് പോലും പരിഗണിക്കാതെ സ്വന്തം പോക്കറ്റിലിരുന്ന ഒരു രാജ്യസഭാ സീറ്റ് ജോസ് കെ മാണിക്ക് കൊടുത്തു. ജോസ് കെ മാണിക്ക് കൊടുത്തത് എന്തുകൊണ്ടാണ്? അത്രയും പ്രാധാന്യം ആ പാർട്ടിക്കും ആ രാഷ്ട്രീയ നേതാവിനും കൊടുക്കുന്നത് കൊണ്ടാണ് CPM. അതൊക്കെ തന്നെയാണ് CPI ചിന്തിക്കുന്നത്. കാരണം കേരള കോൺഗ്രസ് LDFിലേക്ക് വന്നപ്പോൾ ആദ്യം എതിരഭിപ്രായം പറഞ്ഞത് CPI ആണ്. കാരണം CPIക്ക് അറിയാം ഈ CPIയേക്കാൾ കുറച്ചുകൂടി
വോട്ട് കൃത്യമായി മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് വോട്ടുള്ളത് കേരള കോൺഗ്രസ് എമ്മിനാണെന്നും അവർ ശക്തി പ്രാപിക്കുന്നതോടെ തങ്ങൾക്ക് സാധ്യതകൾ കുറയുകയാണെന്നും മനസ്സിലാവും. പണി കിട്ടും എന്നുള്ളത് നേരത്തെ മനസ്സിലാക്കിയിട്ടായിരിക്കും ഇതുപോലത്തെ ഉള്ള ഒരു വിസമ്മതം പ്രകടിപ്പിച്ചത്. അതെ കൃത്യമായിട്ട്. കാരണം അതാണ് ഞാൻ പറഞ്ഞത്, ക്രൈസ്തവ മേഖലകളിലുള്ള കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു കേരള കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ഒരു സ്വാധീനം അത് തന്നെയാണ് CPM ഉപയോഗിക്കാൻ ശ്രമിച്ചത്. ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്? കാരണം അത്രയും 10 വർഷമായി തുടരുന്ന ഒരു സർക്കാർ, കടുത്ത ഭരണവിരുദ്ധ വികാരം, അതുപോലെ തന്നെ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള പിണറായി വിജയന്റെ പെരുമാറ്റം, ഈ നാട് മൊത്തം എന്റെ തല എന്റെ ഫുൾ ഫിഗർ എന്നുള്ള രീതിയിൽ മറ്റാരുണ്ട് LDF എന്ന് പറഞ്ഞിട്ട് മറ്റാരുണ്ട് ഞാനല്ലാതെ എന്ന് പറയുന്നത്, അതെ മറ്റാരുണ്ട് ഞാനല്ലാതെ എന്ന് പറഞ്ഞ് പിണറായി വിജയന്റെ മാത്രം പടം വെച്ചുള്ള കട്ടൗട്ടുകൾ, ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ജനം വെറുത്താണ് വോട്ട് ചെയ്തത്. കാരണം അത്രയ്ക്ക് മാത്രമായിരുന്നു ഈ കഴിഞ്ഞ സർക്കാർ ഇവിടെ കാണിച്ചു കൂട്ടിയിരുന്ന വിഷയങ്ങൾ. CPM-ന്റെ ഒരു വിഭാഗം തോറ്റപ്പോൾ അടപടലമാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ ഒരു അവരുടെ ഒരു സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടത്. അത് കേരള കോൺഗ്രസ് എം മത്സരിച്ച എല്ലാ സീറ്റിലും തോറ്റു. സമ്പൂർണ്ണ പരാജയമായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് എം മത്സരിച്ച പല സീറ്റുകളിലും കേരള PJ ജോസഫ് ഒക്കെ ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ കോൺഗ്രസും ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയൊക്കെ ജനം എന്താണ് ചിന്തിച്ചത്? CPM-നൊപ്പം നിൽക്കുന്നവരെക്കാൾ നല്ലത് UDF വരട്ടെ, ഒരു ഭരണമാറ്റം ഉണ്ടാകട്ടെ, ഒരു മാറ്റം പ്രതീക്ഷിച്ചാണ് ഈ വോട്ട് ചെയ്തേക്കുന്നത്. കാരണം ഓരോ കോൺഗ്രസിന്റെ പല സ്ഥാനാർത്ഥികളും ജയിച്ചിരിക്കുന്ന ഭൂരിപക്ഷം നോക്കാം, 50,000, 54,000, 33,000, 36 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിച്ച ആളൊക്കെയാണ് പിന്നെ ഇത്തവണ 36,000 വോട്ടിനൊക്കെയാണ് ജയിച്ചിരിക്കുന്നത്. ഈ രീതിയിലാണ് ജനം ചിന്തിച്ച് വോട്ട് ചെയ്തത്. അപ്പോൾ ഈ CPM-ന്റെ ഒരു ഭരണവിരുദ്ധ വികാരം, CPM-ന്റെ ഭരണത്തിലിരുന്നപ്പോൾ കാണിച്ച അഹങ്കാരത്തിന്റെ ശിക്ഷയാണ് ഇപ്പൊ കൊടുത്തേക്കുന്നത്. അതായത് ഇപ്പൊ കേരള കോൺഗ്രസ് എമ്മും വളരെ ഏറ്റവും വലിയ അധപ്പതനമാണ് അവർക്ക് സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അതിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഒരു പരിധി വരെ സന്തോഷിക്കുന്നത് CPI നേതൃത്വമാണ്. കാരണം അവരുടെ നഷ്ടപ്പെട്ടു പോയ പ്രതാപം ഇതിലൂടെ തിരിച്ചു പിടിക്കാൻ പറ്റും എന്നുള്ള ഒരു നിലയിലല്ലേ ഇവരുടെ ആ ഒരു നേതൃസ്ഥാനം വേണമെന്നുള്ള ഒരു ബാർഗനിങ് നടത്തുന്നത്. അല്ല, ഇത് തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നുള്ളതല്ല, തിരിച്ചു പിടിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ്. കാരണം തോൽവി വിലയിരുത്തുന്ന ഓരോ കമ്മിറ്റികളിലും CPIയുടെ സംസ്ഥാന സെക്രട്ടറി ഇത്രയും കഴിവില്ലാത്ത ആളാണെന്നുള്ള വിമർശനമാണ് ഉയരുന്നത്. അവിടെ നിന്നാണ് ഇവർക്ക് പിടിച്ചു കയറേണ്ട. ഈ ഒരു ഉപനേതൃസ്ഥാനം എങ്കിലും പിടിച്ചു വാങ്ങി ഞങ്ങൾ മുന്നണിയിൽ ക്ഷയിച്ചിട്ടില്ല, എനിക്കും ശക്തിയുണ്ടെന്ന് തെളിയിക്കാനാണ്. ഇത് ആരാണ് ഈ തെളിയിക്കണമെന്നും കൂടെ ആലോചിക്കണം. കാരണം ഒരു ADGPയെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം AKI സെന്ററിൽ പലതവണ കയറി ഇറങ്ങി ഒരു നടപടി, പേരിനൊരു നടപടി വാങ്ങിയെടുത്ത ബിനോയ് വിശ്വമാണ് ഈ ശക്തനായി അഭിപ്രായപ്പെടുന്നത്. ഏറ്റവും വലിയ മെറിറ്റ് ആയിട്ട് എടുത്തിട്ടുമുണ്ട്, സ്വീകരിച്ചിട്ടുമുണ്ട്. അതെ, ഇതാണ് ഞാൻ പറയുന്നത്. ഇത്രയേ ഉള്ളൂ CPIക്ക് CPM കൊടുക്കുന്ന വില. കാരണം എന്ന് പറഞ്ഞാൽ CPI ആദ്യം മുതലേ എതിർക്കുന്ന ഒരു കാര്യമായിരുന്നു PM ശ്രീ എന്ന് പറയുന്നത്. മന്ത്രിസഭയിൽ ചർച്ച ചെയ്തില്ല, മുന്നണിയിൽ ചർച്ച ചെയ്തില്ല. CPM തീരുമാനിച്ചു, കേന്ദ്ര സർക്കാരുമായി ഒപ്പിട്ടു. പിന്നീട് അത് CPI ഇവിടെ ബഹളം ഉണ്ടാക്കിയപ്പോൾ അതിൽ പിന്നോക്കം പോവുകയാണെന്ന് കത്തെഴുതിയെന്ന് പറയാം. പക്ഷെ എന്നിരുന്നാൽ പോലും CPM എത്രത്തോളമാണ് ഇവരുടെ പ്രതിഷേധത്തിനും ഇവരുടെ എതിർപ്പിനും കൊടുക്കുന്ന വിലയെന്നുള്ളതാണ് PM ശ്രീയിലടക്കം കണ്ടത്. ഇത്തവണ അവർ സീറ്റിന് വേണ്ടിയിട്ടോ ഒന്നും കൂടുതൽ ബാർഗനിങ്ങിനൊന്നും പോയില്ല. കാരണം അതിനുള്ള CPIക്ക് അറിയാം അതിനുള്ള ശക്തി ഞങ്ങൾക്കില്ല, ഞങ്ങൾ ഉള്ള സീറ്റിൽ ജയിക്കുക എന്നുള്ളതായിരുന്നു. CPM-ന്റെ സഹായം ഇല്ലെങ്കിൽ ഇപ്പൊ ഈ 8 പേര് ജയിച്ചു വരുമോ? തോറ്റവരുടെ എണ്ണത്തിൽ കൂടുതൽ ഈ പറയുന്നവരെ ഇരുത്താനല്ലേ പറ്റും. അതുകൊണ്ട് തന്നെ CPIയും ബിനോയ് വിശ്വം, CPI അല്ല പ്രത്യേകിച്ച് ബിനോയ് വിശ്വം നടത്തുന്നത് പാർട്ടിയിൽ എങ്ങനെയും പിടിച്ചു നിൽക്കാനുള്ള ഒരു ശ്രമമാണ്. ആ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള തർക്കം. പക്ഷേ CPM കൃത്യമായി ഇടപെടൽ നടത്തിയിട്ടുണ്ട്. CPM അവിടെ നിയമസഭാ കക്ഷി യോഗം ചേർന്നിട്ടുണ്ട്. അവരുടെ സെക്രട്ടേറിയറ്റ് സജി ചെറിയാനെ തെരഞ്ഞെടുത്തു, വിപ്പായി റിയാസിനെ തെരഞ്ഞെടുത്തു. അതുപോലെ തന്നെ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം KN ബാലഗോപാലനാണ് എന്ന് കൃത്യമായി CPM-നകത്ത് ധാരണ ചേർന്നിട്ടുണ്ട്. LDF-ൽ ഈ തർക്കം ഉണ്ടാവാം, LDF-ലല്ല CPIക്ക് തർക്കം ഉണ്ടാവാം. അതുകൊണ്ടാണ് LDF-ന്റെ നിയമസഭാ കക്ഷി യോഗം ചേരാത്തത്. അതും വരും ദിവസങ്ങളിൽ തന്നെ ചേരുകയും എനിക്ക് തോന്നുന്നത് KN ബാലഗോപാൽ തന്നെ മറ്റേ പ്രതിപക്ഷ ഉപനേതാവുകയും ചെയ്യുമെന്നാണ് എനിക്ക് തോന്നുന്നത്.